ഹമാസിനെ ലക്ഷ്യമിട്ട് ഖത്തറിലേക്ക് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ നിന്നും ഉയരുന്നത്. പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങൾ ശക്തമായ ഭാഷയിലാണ് സംഭവത്തെ അപലപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിലേക്കുള്ള കടന്നുകയറ്റത്തെ അംഗീകരിക്കാനാകില്ലെന്ന ഒരേ ശബ്ദത്തിൽ അറബ് രാഷ്ട്രങ്ങൾ പറയുകയാണ്. ഈ ഘട്ടത്തിൽ അറബ് രാഷ്ട്രങ്ങളുടെ നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തൊക്കെ കൂടിയാലോചനകളാണ് ഈ സംഭവത്തിൽ ഉണ്ടാകുന്നത് തുടങ്ങിയ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിലേക്ക് നമ്മൾ പോവുകയാണ്. അറബ് രാജ്യങ്ങൾ എടുക്കുന്ന നിലപാട് ഈ വിഷയത്തിൽ വളരെ പ്രധാനപ്പെട്ടതായി മാറുകയാണ്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ദോഹയിലേക്ക് പോകുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം അറബ് രാഷ്ട്രങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ജോർദാൻ രാജാവ് ഹുസൈൻ ഖത്തറിലേക്കും പോവുകയാണ്. വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങൾ ഇപ്പോൾ സംഭവിക്കുകയാണ്. സൗദി രാജാവ് മുഹമ്മദ് ബിൻ സൽമാൻ വ്യാഴാഴ്ച ദോഹയിലേക്ക് എത്തുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത കൂടി പുറത്തേക്ക് വരികയാണ്. മാത്രമല്ല, അപലപിച്ച് UN-ഉം യൂറോപ്യൻ യൂണിയനും രംഗത്ത് വരുമ്പോൾ അറബ് ലോകത്തിന്റെ സ്വരം കറുത്ത ഭാഷയിൽ നീങ്ങുന്നു. ഈ സംഭവത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തേക്ക് എത്തുന്നു എന്ന വളരെ പ്രധാനപ്പെട്ട നീക്കങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്.